നമസ്കാരം. രാജസ്ഥാൻ റോയൽസ് ഈസ് ബാക്ക്. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് LSG മാച്ചിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയം വളരെ ലോ സ്കോറിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഏക്കാനയിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 159 റൺസാണ് രാജസ്ഥാൻ റോയൽസ് എടുത്തത്. LSGക്ക് ടോസ് കിട്ടിയിട്ട് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റ് ചെയ്യാൻ വിടുമായിരുന്നു. എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ LSG നല്ല രീതിയിൽ ബോൾ ചെയ്തു. മുഹമ്മദ് ഷമി നല്ല രീതിയിൽ ബോൾ ചെയ്തു. അതുപോലെ തന്നെ മോഹ്സിൻ ഖാൻ നല്ല രീതിയിൽ ബോൾ ചെയ്തു. പ്രിൻസ് യാദവ് നല്ല രീതിയിൽ ബോൾ ചെയ്തു. സോ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് LSG നല്ല രീതിയിൽ ഈ ഗെയിം ഉണ്ടെന്ന് തോന്നിപ്പിച്ച ഒരു മാച്ചായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ബോളിംഗ് സൂപ്പറായിരുന്നു. ഫാസ്റ്റ് ബോളേഴ്സ് എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ബോൾ ചെയ്തു. പ്രത്യേകിച്ച് സൂര്യവംശിയെ മോഹ്സിൻ ഖാൻ എറിഞ്ഞിട്ട ആ ഒരു രീതിയുണ്ട്. ഒരു സ്പെല്ലുണ്ട്, ഒരു ഓവറിലെ 5 ബോൾ ഡോട്ടാക്കിയിട്ട് സൂര്യവംശിയെ പോലെ ഒരു ബാറ്റ്സ്മാനെ 5 ബോൾ ഡോട്ടാക്കിയിട്ട് 6ാമത്തെ ബോൾ വിക്കറ്റ് എടുത്ത ബോൾ സൂപ്പറായിരുന്നു. അതുപോലെ മുഹമ്മദ് ഷമി അടുപ്പിച്ച് 2 വിക്കറ്റ് ഇട്ടു. ഒന്ന് ജയ്സ്വാളിൻ്റെ വിക്കറ്റ്, അതിൻ്റെ തൊട്ടടുത്ത ബോളിൽ തന്നെ ധ്രുവ് ജുറാലിൻ്റെ വിക്കറ്റ്. സോ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ LSG ബോൾ ചെയ്തൊരു മാച്ചായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ജഡേജയാണ് രാജസ്ഥാൻ റോയൽസിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തത്. 43 റൺസ് 29 ബോൾ. ഇത്ര ലോ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ 148 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തു. സൂപ്പറായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. ഫെരേര ഒരു 20 റണ്ണ് കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഫെരേരയൊക്കെ 20 റൺസ് ഒരു വളരെ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ രീതിയിൽ ബാറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഏത് രീതിയിലുള്ളൊരു പിച്ചായിരിക്കും എന്നുള്ളത്. സോ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പിച്ചായിരുന്നു ബാറ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ LSG ബാറ്റ് ചെയ്ത് സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും ഇത് ചേസ് ജയിക്കാൻ പറ്റുന്നൊരു സ്കോർ തന്നെയായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുള്ള പിച്ചാണെങ്കിൽ പോലും അതിൽ ഒരു ബിലോ സ്പാർ സ്കോറാണ് ഇപ്പോൾ RR നേടിയത് 159 എന്ന് പറയുന്നത്. പക്ഷേ LSG വേറെ പ്ലാൻസ് ആയിരുന്നു LSGക്ക്. സത്യം പറഞ്ഞ പന്തിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കിളി പോയിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വീണ്ടും ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് മാർക്രം അല്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ. അതായത് ബദോനി എന്തിനാണ് ഓപ്പണിംഗ് വിടുന്നത് മാഷിൻ്റെ കൂടെ? ബദോനി കഴിഞ്ഞ മാച്ചിൽ 200 മേളിൽ സ്കോർ ഉണ്ടതുകൊണ്ട് ബദോനി വിട്ടാന്ന് വിചാരിച്ചു. വീണ്ടും ബദോനി വിടുന്നു. നമ്പർ 3 പന്ത് വരുന്നു, ഡക്കായിട്ട് തിരിച്ചു വന്നു, ബദോനി ഡക്കാവുന്നു. അതിനുശേഷം പൊസിഷൻ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിച്ച് മാർക്കത്തെ കളിപ്പിച്ച് മാർക്രവും 6 ബോളിൽ ഡക്കാവുന്നു. മൊത്തത്തിൽ അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർ കൊള്ളവാക്കിയെന്ന് വെച്ചാൽ മാർക്രം വേൾഡ് കപ്പിൽ എന്ത് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത്. ഈവൻ LSGക്ക് വേണ്ടി ബാറ്റ് ചെയ്ത പോലും മാർക്രം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്തുകൊണ്ട് അപ്പോൾ നല്ല ടച്ചിലുണ്ടായിരുന്ന വലിയ സ്കോറുകളൊന്നും വന്നില്ലെങ്കിൽ പോലും ഷോട്ടൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം അന്യ ടച്ചിലുണ്ടായിരുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ ആ ബാറ്റ്സ്മാനെ കൊണ്ടുവന്ന് താഴെ ഇറക്കി ആ ബാറ്റ്സ്മാൻ്റെയും ഫോം കളഞ്ഞു. ബദോനി താഴെ മിഡിൽ ഓർഡറിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടെന്ന് ബദോനി കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ 2 മാച്ചിൽ. ബദോനിയുടെയും ഫോം കളഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ മിച്ചൽ മാർഷ് മാത്രമാണ് ഇന്ന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തിയത്. അവരുടെ RRൻ്റെ ബോളിങ്ങും അടിപൊളിയായിരുന്നു. ആർച്ചർ 4 ഓവർ പറഞ്ഞ് 3 വിക്കറ്റ് ഇട്ടു. ബർഗർ 2 വിക്കറ്റ് ഇട്ടു. രവി ബിഷ്ണോയ് 1 വിക്കറ്റ് ഇട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 1 വിക്കറ്റ് ഇട്ടിട്ട് രവി ബിഷ്ണോയുടെ ഒരു മറ്റേ സിഗ്നേച്ചർ സെലിബ്രേഷൻ നടത്തിയിരുന്നത് കഴിഞ്ഞ വർഷം LSGയിലായിരുന്നല്ലോ. സോ അവിടെ ഒരു വേണ്ടപ്പെട്ട പരിഗണന രവി ബിഷ്ണോയ്ക്ക് കിട്ടിയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും രവി ബിഷ്ണോ ആ ഒരു സെലിബ്രേഷൻ നടത്തിയത്. സോ എന്തായാലും RRൻ്റെ ബോളിംഗ് സൂപ്പറായിരുന്നു. പ്രത്യേകിച്ചും പേസ് ബോളിംഗ് സൂപ്പറായിരുന്നു. ആർച്ചർ സൂപ്പറായിരുന്നു. ബർഗർ സൂപ്പറായിരുന്നു. അതുകൊണ്ട് ബ്രിജേഷ് സൂപ്പറായിരുന്നു. മൊത്തത്തിൽ RR ഇത് ബോൾ ചെയ്ത് ഈ മാച്ച് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാന്നുണ്ടെങ്കിൽ LSG കൊണ്ട് തുളച്ചു. ആവശ്യമില്ലാത്ത ചേഞ്ചസ്, ആവശ്യമില്ലാത്ത ഷഫ്ലിംഗ് ബാറ്ററിൽ ഓർഡറിൽ വരുത്തി. പന്ത് എന്തിനാണ് നമ്പർ 3 ഇറങ്ങുന്നത്? ഇന്ത്യൻ ടീമിലേക്ക് T20 ടീമിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയാണോ? നടക്കാൻ പോകുന്ന കേസല്ല ഇമാതിരി. പന്തൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. എത്ര പന്തിന് ഓപ്പണിംഗ് വന്നാലും 1 ഡൗൺ വന്നാലും പന്തൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. അവിടെ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇനി ടീമിലേക്ക് തിരിച്ച് കയറുന്ന കാര്യം ആലോചിച്ചാൽ അല്ലാതെ ഓപ്പണിംഗ് നമ്പർ 3 എന്ന് ഇറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. മാർക്രം ഷുഡ് ഓപ്പൺ വിത്ത് മിച്ചൽ മാർഷ്. നമ്പർ 3 നിക്കോളാസ് പൂറൻ വരണം. അതുപോലെ തന്നെ ഇവർ ഇമ്പാക്ട് സബായിട്ട് ഹിമ്മത്ത് സിംഗിനെയൊക്കെയാണ് ഇറക്കുന്നത്. എന്ത് പൊട്ടത്തരാണ്. അതായത് ബ്രിസ്കി എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ചെയ്തിട്ടുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ പോയി കളിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി റൺസ് അടിച്ചിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ബെഞ്ചിലിരിക്കുമ്പോൾ ഇവർ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറക്കുന്നത് ഹിമ്മത്ത് സിംഗിനെയാണ്. എനിക്കതിൻ്റെ ലോജിക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ തോൽക്കാൻ ഉറപ്പിച്ച ഒരു മനസ്സാണ് LSGയുടെ. അപ്പോൾ അത് നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. സോ LSG ഇപ്പോൾ 9ാം സ്ഥാനത്താണ്. അതിന് താഴെ KKR മാത്രമേ ഉള്ളൂ. അടുത്ത മാച്ച് ഇതേ KKR ആയിട്ട് ആയതുകൊണ്ട് മാത്രം LSGക്ക് ഒരു പ്രതീക്ഷയുണ്ട് അടുത്ത മാച്ച് ജയിക്കാൻ പറ്റുമെന്ന്. ഒരു ക്ലൂ ഇല്ലാത്തൊരു ടീമായിട്ടാണ് എനിക്കൊന്ന് മൊത്തത്തിൽ ഇത്രയും നല്ലൊരു ബോളിംഗ് ലൈനപ്പ്, എന്തോരം നല്ല പേസ് ബോളേഴ്സാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ദിഗ്വേഷ് ഷാത്തി പോലുള്ള നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സുണ്ട്. സുഖമായിട്ട് മാച്ചസ് പിടിക്കാൻ അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഒന്ന് സ്ട്രോങ് ആക്കുകയാണെന്നല്ല കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ ഒരു പക്ഷേ പരാജയപ്പെട്ടെങ്കിൽ പോലും
ഉറപ്പിച്ച് മാർക്രം, മിച്ചൽ മാർഷ്, നിക്കോളാസ് പൂർണി ഈ 3 പേരെ കഴിഞ്ഞ വർഷം വിൻ ചെയ്ത ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അത് ഉറപ്പിച്ച് അവിടെ അവരെ 3 പേരെ ഇറക്കുക, അതിന് താഴേക്ക് ബദോനി അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ പന്ത് എന്നിവരെ ഇറക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇവർക്ക് സുഖമായിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ടല്ല, ഇനി തിരിച്ചു വരും വളരെ അസാധ്യമാണ്. സോ LSGയുടെ കാര്യം എഴുതി തള്ളുന്നതാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഒരു തിരുത്താൻ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നും കൂടെ ഈ ഒരു ബാറ്റിംഗ് ഓർഡർ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് പ്രതീക്ഷ പോയി. RR 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. RRൻ്റെ അടുത്ത മാച്ച് SRH ആയിട്ടാണ്. അതൊരു നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും. എങ്കിൽ പോലും 2ാം സ്ഥാനത്ത് RCB 3ാം സ്ഥാനത്തേക്ക് പോയി, RR 2ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് RRനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഇത്രയും ചെറിയ സ്കോർ ആണെന്നുണ്ടെങ്കിലും ബാറ്റിങ്ങിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് എറിഞ്ഞ് പിടിക്കാൻ തീർച്ചയായിട്ടും അവരുടെ ബോളിങ്ങിൻ്റെ സ്ട്രെങ്ത് ആണ് ഹെൽപ്പ് ചെയ്ത്. റിയാൻ പരാഗ് നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ചെയ്യുന്നു പറയാം. ഇന്ന് ഫുൾ കോട്ട നമ്മുടെ രവീന്ദ്ര ജഡേജയെ കൊണ്ട് എറിയിപ്പിച്ചു. റിയാൻ പരാഗ് ബോൾ ചെയ്യാൻ വന്നില്ല. സോ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. തിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിമർശിക്കും, റിയാൻ പരാഗിനെ വിമർശിക്കും, KL രാഹുലിനെ വിമർശിക്കും. ഇവരൊക്കെ നമ്മൾ മാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുമ്പോൾ അടുത്ത മാച്ചിൽ KL രാഹുൽ വന്ന് റൺ അടിച്ചാൽ അല്ലെങ്കിൽ വേറൊരു പ്ലെയർ ഗില്ല് വന്നിട്ട് നല്ല സ്ട്രൈക്ക് റേറ്റിൽ റൺ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലതെന്ന് തന്നെ പറയും. റിയാൻ പരാഗ് കഴിഞ്ഞ പ്രാവശ്യം റിസോഴ്സിനെ യൂസ് ചെയ്ത് കുറച്ച് മോശമായിരുന്നു, ഇന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി. സോ RR ഈ മാച്ച് വിജയിച്ചുകൊണ്ട് ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഇതാണ് RR വേഴ്സസ് LSG മാച്ചിനെ പറ്റിയിട്ടുള്ള റിവ്യൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. പ്രത്യേകിച്ചും പന്തിൻ്റെ ക്യാപ്റ്റൻസി, പന്തിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിലെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൻ്റെ മെസ്റ്റപ്പ് ബാറ്റിംഗ് ലൈനപ്പിനെ പറ്റിയിട്ടൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.